നമുക്കിപ്പോൾ ഒരു പുതിയ അതിഥി കൂടി ചേർന്നിട്ടുണ്ട്. എയർ മാർഷൽ ടി.ഡി. ജോസഫ്. ജയ് ഹിന്ദ് സാർ, സ്വാഗതം ഒരിക്കൽ കൂടി. വി ആർ ഇൻ ദ ബോർഡർ. പഞ്ചാബിനും ജമ്മു കാശ്മീരിനും ഇടയിലുള്ള റാവി നദി തീരത്താണ് ഞങ്ങളുള്ളത്. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് 18 കിലോമീറ്റർ ഇപ്പുറത്ത്. അങ്ങ് ഇന്നലത്തെ വാർത്ത കണ്ടു കാണും. പരസ്യമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, രഹസ്യമായി ഡ്രോൺ പറത്തുന്നു, രാത്രിയുടെ മറവിൽ ഷെല്ലിംഗ് നടത്തുന്നു, രാത്രിയുടെ മറവിൽ ഭീകരാക്രമണം നടത്താനും ശ്രമം നടക്കുന്നു. യെസ്, ഭാരതം ഒരു തരത്തിലും കണ്ണടച്ചിരുന്നില്ല, ഭാരതം ഒരു തരത്തിലും പിന്നാക്കം പോയിരുന്നില്ല. ഭാരതത്തിൻ്റെ സൈന്യം, സുരക്ഷാ സേന സർവസജ്ജമായി തന്നെ ജാഗരൂകമായി നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ മറ്റ് വലിയ കേടുപാടുകൾ സംഭവിച്ചില്ല. പക്ഷെ ഒരിക്കൽ കൂടി പാകിസ്ഥാന്റെ തനിനിറം പുറത്തു വരികയല്ലേ എയർ മാർഷൽ ടി.ഡി. ജോസഫ്? ജയ് ഹിന്ദ്, നമസ്കാരം. താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. പാകിസ്ഥാന്റെ തനിനിറം പുറത്തു വരിക ആണോ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെയുള്ള മറ്റതിഥികളും പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ തനി സ്വഭാവം തന്നെയാണ് അവർ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സമയത്ത് നമുക്ക് this is a time for us to step back in our thinking process. ഒരു ആലോചനയ്ക്കും അനാലിസിസിനും അവലോകനത്തിനും സമയമാണ് നമുക്ക് അത് നമ്മളിപ്പോൾ ഉപയോഗിക്കേണ്ടതാണ്. കാരണം എല്ലാ സംഘർഷങ്ങളിലും, അന്താരാഷ്ട്ര സംഘർഷങ്ങളിലും എപ്പോഴും എല്ലാം അജയമായിരിക്കണമെന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ 3 സൈനിക വശങ്ങൾ, ആർമി, നേവി, എയർഫോഴ്സും നമ്മളുടെ തന്ത്രങ്ങളിലും സ്ട്രാറ്റജിയിലും എക്വിപ്മെന്റിന്റെ കേപ്പബിലിറ്റീസിലും അതിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതെല്ലാം, അതിന് എന്തൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചു, എന്തൊക്കെ അത്രയും സക്സസ് ആയില്ല, നമ്മളുടെ തന്ത്രങ്ങളെ ടാക്ടിക്സ് എന്തൊക്കെ ശരിയായില്ല, അല്ലെ നമ്മളുടെ ഇന്റലിജൻസിൽ എന്തൊക്കെ കുറവുണ്ടായിരുന്നു, എന്തൊക്കെ നന്നായി ഉണ്ടായിരുന്നു, ഇതെല്ലാം അനലൈസ് ചെയ്യാനുള്ള ഒരു സമയമാണിത്. ആ അനാലിസിസിന് ശേഷം അതിന്റെ ലെസൺസ് നമുക്ക് എടുക്കേണ്ട ഒരു സമയമാണ്. ആ ലെസൺസിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക്, നമ്മളുടെ എക്വിപ്മെന്റിലൊക്കെ എന്തൊക്കെ പോരായ്മകളുണ്ടോ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് മോഡേണൈസ് ചെയ്യേണ്ടത്, അത് എത്ര കാലം കൊണ്ട്, എത്ര ഷോർട്ട് ടേമിലാണോ, മിഡ് ടേമിലാണോ, മീഡിയം ടേമിലാണോ, ലോങ് ടേമിലാണോ എന്നുള്ള പ്ലാനിങ്, അതിനുള്ള അനാലിസിസും പ്ലാനിങ്ങിന്റെയും സമയമാണ് ഇതെന്നാണ് ഞാൻ പറയുന്നത്. താങ്ക് യു.